അല്ലയോ ഞാനേ ഉച്ചക്ക് കറക്റ്റ് ഫുഡായിരുന്നു. ഒരു 2 തവി ചോറ്, അതിനനുസരിച്ച് പച്ചക്കറി. പച്ചക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങ് ദുബായില് അവിടെ ടോപ്പ് ക്വാളിറ്റി സാധനം കിട്ടത്തുള്ളടാ. ഇവിടെ കിട്ടുന്നതൊക്കെ ഈ മരുന്നടിച്ചല്ലേ. അവിടെ പിന്നെ മരുന്നടിക്കാത്തായിരിക്കും. അല്ല, അവിടെ നല്ല സാധനം കിട്ടും. ശരി ശരി, ഇവിടെ മരുന്നടിക്കാത്തൊക്കെ കിട്ടും കേട്ടാ. അല്ലയാ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോടാ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ 3 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു. സത്യമാടാ, 3 ലിറ്റർ ദുബായില് ദിവസേന. ഇവിടെ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുടിക്കണം. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം. ദുബായിൽ നാരങ്ങ വെള്ളം കിട്ടുമെന്ന് അറിയാം, എന്നാലും ഇവിടുത്തെ നാരങ്ങ വെള്ളം കുടിക്കാം. പുഷപ്പടിച്ചാലോ നമുക്ക്? എന്നെ മനസ്സിലായി, ഞാൻ അതിലോട്ടാണ് പോകുന്നത്. നിന്റെ ആ ഒരു വശം കണ്ടപ്പോഴേ അടി എടാ, കൈ കറക്റ്റ് ആയിട്ട് വെച്ചടി, എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ ബസ്സിൽ. പോട്ടെ. ഇനി തിരിച്ച് പുഷ് എന്താ കൊല്ലാൻ നോക്കണോ? അളിയാടാ, തിരിച്ച് പുഷ് ചെയ്യണം പറഞ്ഞോണ്ട് വെച്ചൊക്കെ തേക്കാണ് ചെയ്യണ്ടേ ഇതൊക്കെ. ലച്ചൂസോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മായി ദുബായിലായിരുന്നപ്പോ ഞാൻ പുഷപ്പ് പഠിക്കുമ്പോ എക്സ്ട്രാ ഒരു 30 കിലോ കൊടുത്ത് പുറകിൽ അങ്ങ് കെട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. ആളെയെ സ്വന്തമായിട്ട് എടുത്ത് കെട്ടി വെക്കുമായിരിക്കും അല്ലേ? സ്വന്തമായിട്ടല്ല, ട്രെയിനർ അടുത്ത് പുറത്ത് കെട്ടി വെച്ചു. 30 കിലോ കൂടുതലല്ലേ? കുറച്ചുകൂടെ. അതിന് 30 കിലോയുടെ തൂക്കം മോക്ക് അറിയാവോ? ഇവിടെ 1 കിലോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. അളയാ ശരി, സമ്മതിച്ച്. അളയാൻ 10-30 കിലോ ഒക്കെ പുറത്ത് കയറ്റി വെച്ചടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെസ്റ്റിന് എങ്ങനെയാണ് അടിക്കാറ്? ഒരു 500 കിലോ വെച്ചിട്ടാണ്. ചെസ്റ്റിന് 500 കിലോ വെച്ചിട്ട് കൂടുതലല്ലടാ. ഒരു 200, 210, 215, 225 ഒക്കെ വെച്ച് അടിക്കാറ്. എന്റെ പൊന്നോ, ഇത്രയും വെയിറ്റോ? എന്നാലല്ലേ പിടിക്കത്തുള്ളൂ. ഈ കിടന്ന് കാണിക്കുന്ന എനിക്ക് തീരെ പിടിക്കുന്നില്ല. രാവിലെ ഒരു സെക്ഷൻ വർക്കൗട്ട് കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് വൈകുന്നേരം കിടന്ന് കസർത്ത് കാണിക്കുന്നത്? ചേച്ചി, ഞങ്ങള് അങ്ങനെയാണ്. ബോഡി ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമ്മള് ഡോണ്ട് ക്വിറ്റ്. അതേപോലെയാണ്, എപ്പോഴും ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാനസിക പ്രശ്നമാണ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനും കൂടെ നാളെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ? വ്യായാമം ചെയ്യാന്. എന്നെ കൊണ്ട് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമമൊക്കെ ഞാനും ചെയ്യാം. സിദ്ധുമോനെ എല്ലാം അറിയത്തില്ലേ? ഒരുവിധമൊക്കെ അറിയാം. അമ്മൂമ്മ കളത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഞാൻ കളത്തിൽ നിന്ന് പുറത്തേക്ക് ആടും. എന്തോന്നോ ലച്ചു, ഈ പ്രായത്തിൽ വർക്കൗട്ട് ചെയ്യണ നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. അമ്മൂമ്മ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആ മുട്ടിന് നട്ടും പോൾട്ടൊക്കെ ഇളകി കിടക്കുകയാണ്. നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയില്ലേ? പറയും. അതുകൊണ്ട് ഞാൻ ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. ഞാനും ഇല്ല. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഞാനും വരുന്നു. കേശുമോനെ, ഞാനും കൂടെ വന്നോട്ടെ നാളെ? അളിയാ, നമുക്ക് നാളെ വേറെ ഇവിടെ പോണ്ടേ? അവിടെ ജംഗ്ഷനിലെ മറ്റേ ആളെ കാണാൻ പോണ്ടേ? അമ്മൂമ്മ, നാളത്തെ കാര്യമല്ലേ, നമുക്ക് നാളെ സംസാരിച്ച് ഡീൽ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി വർക്കൗട്ട് നമുക്ക് പിന്നെ ചെയ്യാം. അതെ, ബാക്കി വർക്കൗട്ട് നമുക്ക് നാളെ ചെയ്യാം. നമ്മ പോലാമാ? ആന്റി രണ്ടും കൽപ്പിച്ചാണല്ലേ? അല്ല, അമ്മായി എവിടെ? അപ്പൊ അറിഞ്ഞില്ലേ? അമ്മായി രാവിലെ മുങ്ങി.
മുങ്ങിയാ? ആ സ്ഥിരം പരിപാടി, ഈ കാണുന്ന പ്ലാനിങ് മാത്രമേ ഉള്ളൂ. അടിപൊളി. അല്ലയാ, ഇന്ന് എനിക്ക് എക്സസൈസ് കാര്യമായിട്ട് പറഞ്ഞു തരണം. ഇന്നലെ ചെയ്തൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇന്ന് കുറച്ച് കഠിനമായിട്ടുള്ളത് വേണം. കഠിനമായിട്ടുള്ള വേണോ? കൊച്ചുകുട്ടികളുടേതായ എക്സസൈസ് ചെയ്താൽ മതി. അപ്പൊ അളിയ എങ്ങനാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാലോ. എല്ലാത്തിനും ഞാൻ ഫിറ്റ് ആക്കിയിട്ട് ഇറങ്ങത്തുള്ളൂ. ഒരേ ഒരു മണിക്കൂർ, അതിന്റെ അപ്പുറത്തേക്കുള്ള കസർത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, ഇപ്പൊ 1 മണിക്കൂർ മതി. പിന്നെ പോകുമ്പോ അരമണിക്കൂർ വെച്ച് കയറ്റി പോവാലോ. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ തുടങ്ങിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിള്ളേരെ, നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോവാ? ആ അതെ. എന്നെ കൊണ്ടുപോവാതെ പോവാ അല്ലയോ? എന്താ ഒരു മണി മരണമായിട്ട് നിൽക്കും പോലെ. സെന്റ് അടിച്ചിടിച്ചു കയറാനുള്ള പരിപാടിയാ. അമ്മൂമ്മ, നമ്മളെ മനഃപൂർവ്വം അല്ലല്ലോ അമ്മൂമ്മയെ കൊണ്ടുപോകാത്തെ. ഒന്നാമതേ അമ്മൂമ്മയുടെ മുട്ടിന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ അമ്മൂമ്മയെ കൊണ്ടുപോയി അമ്മൂമ്മയുടെ മുട്ടിന് വല്ലതും പറ്റിപ്പോയാലോ? അമ്മൂമ്മയുടെ ആരോഗ്യത്തിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പൊ അമ്മൂമ്മക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചാല് ദേ നമ്മുടെ വരാന്ത ഉണ്ടല്ലോ, വരാന്തേ കൂടെ ഒരു 10 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേ ഓടേ ചാടി എന്താന്ന് വെച്ചാ ചെയ്. വായില് ഈച്ച പോയതാ, ഈച്ച. എന്നെ കൂടെ കൊണ്ടുപോക്കളെ. ഒരു മിനിറ്റ്, ഞാൻ ട്രെയിനറിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ട്രെയിനറെ, അമ്മൂമ്മനെ കൂട്ടണോ? ആസ് പെർ അമ്മുമാസ് ഏജ്, ബോഡി വെയിറ്റ്, ഹൈറ്റ് എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കൂടെ ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് കാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അയ്യോ എന്നാണ്ട. സോറി അമ്മുമ്മ. ഗൈസ് ചലോ. ഓക്കെ. അമ്മൂമ്മേ, എന്തായാലും അമ്മൂമ്മ വെറുതെ ഇരിക്കല്ലേ, കുറച്ച് പാല് തിളപ്പിച്ച് വെക്കണേ. വായിൽ ഈച്ച പോയതായിരിക്കും. ആദ്യം തന്നെ